ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഒരു 8:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ നടക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയൊക്കെ പെയ്ത് കിടക്കുമായിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിൽ പവറിനെ കുറിച്ച് ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അതേ പാർക്കിലേക്ക് നടക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിലുള്ള എത്ര പണി ചെയ്താലും പുറത്ത് പോയി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു എക്സസൈസും കൂടി ചെയ്യണം. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടുപണികൾ മാത്രം ചെയ്തത് കൊണ്ട് കാര്യമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ബോഡി മൂവ്മെന്റ്സ് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ പുറത്ത് പോയി നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ വീടിനുള്ളിൽ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒത്തിരി സ്ട്രെച്ചിങ് വീഡിയോസ് ഒക്കെ നമുക്ക് കിട്ടും. അതൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ മഴയുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ വീട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു കമന്റ് ആണ്, മനോധൈര്യം കൂട്ടാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ബുധനാഴ്ചത്തെ വ്ളോഗിൽ പറഞ്ഞതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചത്തെ വ്ളോഗിലും അതേ കമന്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു മൺഡേ വരുന്ന വ്ളോഗിൽ ഷുവറായിട്ടും ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളും അത് ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയ പ്രായം തൊട്ട്, കുട്ടിക്കാലത്ത് തൊട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിലായിരിക്കുമല്ലേ വളരുന്നത്. എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ ആയിരിക്കില്ല നിങ്ങളുടേത്. ചെറിയ വയസ്സ് തൊട്ട്, അറിവാകുന്ന പ്രായം തൊട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടും കേട്ടും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിലൊരു ഭയം തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ അച്ഛനമ്മമാർ ചിലപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞു തരുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കണ്ടു വളരുന്ന കാര്യങ്ങളായിരിക്കാം. ചില കാര്യങ്ങളോട് നമുക്ക് ഭയങ്കര ഒരു പേടിയായിരിക്കും അല്ലേ. ആ പേടി ഇങ്ങനെ ഉള്ളിൽ കിടന്ന് വളർന്ന് നമ്മൾ എത്ര വയസ്സായാലും ആ പേടി മാറത്തില്ല. അങ്ങനെ ചില പേടികളും ചില ധൈര്യക്കുറവും ഒക്കെ ആജീവനാന്തം നമ്മുടെ കൂടെ തന്നെ കൂടും. അപ്പം അത് മാറ്റണം എന്ന് നമുക്ക് തോന്നി തുടങ്ങിയാൽ തന്നെ നമ്മൾ സക്സസ് ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചില ആളുകളാണെങ്കിൽ എത്ര പ്രായമായാലും ചില കാര്യങ്ങൾ പേടിച്ചിട്ട് ഒരിക്കലും അത് മാറ്റണമെന്ന് പോലും ചിന്തിക്കത്തില്ല. അപ്പോൾ എനിക്ക് ആ കമന്റ് വായിച്ചപ്പോഴത്തേക്കും ഭയങ്കര ബഹുമാനമാണ് തോന്നിയത്. കാരണം മനോധൈര്യം കൂട്ടാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഒന്ന് മാത്രം മനസ്സിലാക്കുക, എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നും അല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ പേടിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. വളരെ നിസ്സാരമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കാം അത്. അതിന് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഈ നായ്ക്കളെ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ റോഡിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇപ്പോൾ ഈ തെരുവ നായ്ക്കളുടെ ശല്യം കൂടി ഉള്ളതുകൊണ്ട് പറയുകയും വേണ്ട. ഒരു നായി ചുമ്മാ പോയാൽ പോലും ഞാൻ പേടിച്ച് ഒതുങ്ങി കൂടുന്ന ഒരാളാണ്. അത്രയ്ക്കും എനിക്ക് പേടിയുള്ള ഒരാളാണ്. അത് ചെറിയ പ്രായം തൊട്ടേ എൻ്റെ ഉള്ളിൽ ആ ഒരു പേടി വന്നതിന് ശേഷമാണ് എനിക്ക് എവിടെ ഈ നായ്ക്കളെ കണ്ടാലും പേടി തോന്നും. അപ്പോൾ ആ പേടി ഞാൻ കുറേശ്ശെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഓരോ മനുഷ്യർക്കും ഓരോ കാര്യങ്ങളോട് പേടി ഉണ്ടായിരിക്കും. ആ പേടി നമ്മുടെ ഉള്ളിൽ കിടന്ന് വളർന്ന് ഭയങ്കരമായിട്ട് ആത്മവിശ്വാസക്കുറവും ധൈര്യക്കുറവും ഒക്കെ ഉണ്ടാക്കും അല്ലേ. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് എന്ത് കാര്യത്തിലാണ് നമുക്ക് ധൈര്യമില്ലാത്തത്, എന്തിനോടാണ് നമുക്ക് പേടി എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് നമ്മൾ തിരിച്ചറിയുക. പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല ഈ പേടി അല്ലെങ്കിൽ ഈ ധൈര്യമില്ലായ്മ എന്ന് പറയുന്നത്. നമ്മൾ വളരെ സാവധാനം ടൈം എടുത്താണ് ആ ഒരു കാര്യം നമ്മൾ നേടിയെടുക്കേണ്ടത്. അപ്പം എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല പേടി മാറുന്നത്. എനിക്ക് ഇത്രയും വർഷം എടുത്തിട്ടും ആ നായ്ക്കളെ കാണുമ്പോഴുള്ള എൻ്റെ ഒരു പേടി മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പൂർണ്ണമായിട്ടും പോയിട്ടില്ല, എന്നാലും ഏറെക്കുറെ മാറിയിട്ടുണ്ടെങ്കിലും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ വർഷങ്ങളോളം എടുക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ ഈ പേടി മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ ധൈര്യമില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവത്തെ വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെയോ മറികടന്ന് പോയിട്ടുണ്ട് ഞാൻ. അതിനൊരു എക്സാമ്പിൾ പറയാം. എക്സാം സമയത്ത് നന്നായി പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ എക്സാം ഹാളിൽ എത്തുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ്, ഒരു ആത്മധൈര്യമില്ലായ്മ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ. പക്ഷെ ആ സമയത്ത് നല്ലപോലെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ആ പേടിയൊക്കെ അങ്ങ് മാറും. അപ്പം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പേടി മാറ്റുന്നത്, എൻ്റെ ആത്മധൈര്യം കൊണ്ടുവരുന്നത്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നമ്മുടെ ആത്മധൈര്യം കൂട്ടിക്കൊണ്ടുവരണം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ പതറി നിൽക്കുമല്ലേ, നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ. പക്ഷെ ഒരിക്കൽ നമ്മളത് ഹാൻഡിൽ
ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിൽ അതേ സിറ്റുവേഷൻ ഉണ്ടായാൽ ഉറപ്പായിട്ടും നമുക്കൊരു ധൈര്യം ഉണ്ടായിരിക്കും അല്ലേ. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് മാത്രം ചിന്തിക്കുക, നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് പ്ലാൻ ചെയ്തിട്ടുള്ളതല്ലേ. ഇപ്പം ഒഴുക്കിന് ഒത്തു നീങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. എന്നും സന്തോഷം മാത്രമായിരിക്കും അല്ലെങ്കിൽ എന്നും എനിക്ക് നല്ലത് മാത്രമായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്തല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് ടഫ് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. പക്ഷേ അത് നമ്മൾ തരണം ചെയ്യും എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുത്ത് വെക്കുക. ഇപ്പം ഞാൻ എത്രയൊക്കെ മോട്ടിവേഷൻ നിങ്ങൾക്ക് പറഞ്ഞാലും, നിങ്ങൾ എത്രയൊക്കെ മോട്ടിവേഷണൽ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ പവർ കൊണ്ട് തന്നെ അത് സാധിക്കുന്ന കാര്യമാണ്. പിന്നെ എപ്പോഴും നമ്മളെ പോസിറ്റീവായിട്ട് വെച്ചേക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ജീവിതത്തിലെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒക്കെ വരും. അത് സ്വാഭാവികമാണ്. എത്ര ധൈര്യശാലിയാണെങ്കിലും പതറിപ്പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളാണെങ്കിലും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പോസിറ്റീവ് കാര്യങ്ങളാണെന്ന് എപ്പോഴും ഒരു ഉറപ്പ് വരുത്തുക. നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രെയിനിലേക്ക് പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ഹാപ്പിയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആത്മവിശ്വാസം കൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് തന്നെ ജേർണൽ റൈറ്റിംഗ് ആണ്. നിങ്ങൾ ഇതുവരെയും ജേർണൽ റൈറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എഴുതി നോക്കൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പേടിയുള്ള ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഞാനിതൊരിടത്ത് വായിച്ചതാണ് കേട്ടോ. ഒന്ന് രാവിലെ ഒന്ന് നേരത്തെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. അതിനകത്ത് നിങ്ങളൊന്ന് കാമായിട്ട് ഇരുന്നിട്ട് ആ പേപ്പറിനകത്ത് നിങ്ങൾക്ക് പേടിയുള്ള 10 കാര്യങ്ങളെക്കുറിച്ച് എഴുതണം. എന്നിട്ട് നിങ്ങളത് കുറേ തവണ വായിക്കണം. ഒരു 4-5 തവണ വായിച്ചു നോക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾ ആ പേപ്പറിനെ കൊണ്ടുപോയി കീറി കളയുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ ചെയ്യുക. പിറ്റേ ദിവസവും ഇതുപോലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് കാമായിട്ട് ഇരുന്നിട്ട് ഒരേ സമയം കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. എപ്പോഴെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും പിന്നെയും നിങ്ങൾ പേടിയുള്ള 10 കാര്യങ്ങൾ വീണ്ടും എഴുതുക. ആദ്യത്തെ ദിവസം എഴുതിയ ആ 10 കാര്യങ്ങളെന്നുള്ളത് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ അത് 9 കാര്യമായിട്ട് മാറും. ചിലപ്പോൾ ചിലർക്ക് 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കുള്ളൂ ആ ഒരു 10 എന്നുള്ള നമ്പർ 9ലേക്ക് വരുന്നത്. അങ്ങനെ നിങ്ങൾ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് ഏകദേശം 1 മാസത്തോളം ആകുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പേടി എന്ന് പറയുന്നത് കുറയാനായിട്ട് തുടങ്ങും. ഇതൊരു ടെക്നിക്കാണ് കേട്ടോ. ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ 1-2 കാര്യങ്ങളിൽ ഇത് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ എനിക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കൂ. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാഹചര്യങ്ങളെ നമുക്ക് തടയാനായിട്ട് പറ്റത്തില്ല. സംഭവിക്കേണ്ടത് സംഭവിക്കും. എൻ്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയുന്ന, കൊച്ചിലെ തൊട്ടേ പറയുന്ന കാര്യമാണ്. ഭഗവത്ഗീതയിൽ ഒരു വചനമുണ്ട്, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. അപ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് ചെറിയ പ്രായത്തിൽ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കതിൻ്റെ അർത്ഥം വളരെ ആഴത്തിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സാഹചര്യങ്ങളെ നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും നമ്മുടെ സിറ്റുവേഷൻസ് ടഫായിട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ അപ്പോഴൊക്കെ നമുക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ആത്മധൈര്യം ഉണ്ടായിരിക്കണം, ഞാൻ അതിനെ നേരിടും എന്നുള്ളത്. പിന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര മോശപ്പെട്ട അവസ്ഥയിലും എത്ര നെഗറ്റീവ് സിറ്റുവേഷനിലും സത്യം മാത്രം പറയുക എന്നുള്ളതാണ്. നമ്മൾ സത്യം പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ കാണും. ഇനിയിപ്പോൾ ആരുമില്ലെങ്കിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പൊരുതി നേടാനായിട്ട് പറ്റും. എപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കൂടി കാണുകയും കേൾക്കുകയും ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നല്ല ബുക്സ് വായിക്കുക, വലിയ വലിയ മഹാന്മാരുടെയൊക്കെ ബുക്സൊക്കെ വായിക്കുക, അവരുടെ മോട്ടിവേഷണൽ ടോക്സും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കുക, പോഡ്കാസ്റ്റ് പോലെയൊക്കെ കേൾക്കുക. അപ്പോൾ അവരൊക്കെ ആത്മധൈര്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ധൈര്യം കുറവായിട്ട് തോന്നുന്നത്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ താങ്ങാനായിട്ട് ആളുണ്ടെങ്കിൽ നമ്മൾ മടിയന്മാരാവുകയും നമുക്ക് കോൺഫിഡൻസ് കുറയുകയും ചെയ്യും. എപ്പോഴും ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ കൂടെ ഇനിയിപ്പോൾ എത്ര സ്നേഹമുള്ള അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര സ്നേഹമുള്ള ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാലും, മക്കളുണ്ടെന്ന് പറഞ്ഞാലും, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നെന്നിരിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ ചുറ്റും കുറേ ആൾക്കാരുണ്ടായിരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ആ അസുഖത്തിൻ്റെ വേദന നമ്മൾ അനുഭവിക്കണ്ടേ? അപ്പോൾ
നമ്മളവിടെ നമ്മുടെ ആത്മധൈര്യമാണ് പ്രകടിപ്പിക്കേണ്ടതല്ലേ, അല്ലാതെ എല്ലാവരും എന്നോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ട് അവർക്കൊക്കെ നമ്മളോടൊപ്പം ഇരിക്കാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാനേ പറ്റത്തുള്ളൂ. സ്വയം ആശ്വാസം കണ്ടെത്തേണ്ടത് നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക, ഏത് നിമിഷത്തിലും നമ്മൾ ഒറ്റപ്പെട്ടേക്കാം, നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത്. അതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു അനുഭവം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. എനിക്ക് ഈ ഡെലിവറി സമയം ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് പോയി. ഒരു 7 മാസമൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയത്. അപ്പോൾ അതുവരേക്കും എനിക്ക് BP ഷുഗറോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നെങ്കിലും അത് 5-ാം മാസം ആയപ്പോഴത്തേക്കും തന്നെ നോർമലായി. പ്രഗ്നൻസി സമയത്ത് വരുന്ന ഡയബറ്റീസ് ഉണ്ടല്ലോ, അതായിരുന്നു. അത് ഞാൻ ഫുഡിലൊക്കെ കൺട്രോൾ ചെയ്തപ്പോഴത്തേക്കും ശരിയായി. പിന്നെ എനിക്ക് BP എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ നാട്ടിൽ പോയി ഡെലിവറി ടൈം ആയപ്പോഴത്തേക്കും ആ സമയമായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ എത്തിയില്ലായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് എനിക്ക് BP കൂടിയത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ ഒരു ഡെലിവറി ടൈം അടുക്കാറായപ്പോഴത്തേക്കും. എനിക്ക് ഒട്ടും തന്നെ ധൈര്യമില്ലാതിരുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ എല്ലാവരെയും ഉപദേശിക്കുകയും ഇതുപോലെ തന്നെ അന്ന് ചാനലൊന്നും ഇല്ല, ഇതുപോലെ മോട്ടിവേഷൻ പറയുകയും എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ ആ സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പകച്ചുപോയി. എനിക്ക് ധൈര്യം ഒട്ടും ഇല്ലാതിരുന്നു. അങ്ങനെ എൻ്റെ BP കൂടിയിട്ട് അവസാനം എനിക്ക് C-സെക്ഷനാണ് ചെയ്തത്. അന്ന് എൻ്റെ ഗൈനക്ക് എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ BP കൂടിയതെന്ന്. മനോധൈര്യം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നോർമൽ ഡെലിവറി ചെയ്യാമായിരുന്നെന്ന്. അപ്പോൾ എനിക്ക് ഒരു 7-ാം മാസമൊക്കെ ആയപ്പോഴത്തേക്കും 8-ാം മാസം തുടങ്ങിയില്ല, അതിന് മുന്നേ തന്നെ ആമിയെ നേരത്തെയാണ് പ്രസവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു C-സെക്ഷൻ്റെ ഒരു കാര്യം എനിക്ക് വന്നേട്ടോ. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠമാണ്. കാരണം നമ്മൾ ധൈര്യമില്ലാതെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ജീവിതകാലം മുഴുവനും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ C-സെക്ഷൻ ആയതിനു ശേഷം പിന്നെ ഞാൻ, നിങ്ങൾക്കറിയാമല്ലോ, C-സെക്ഷൻ കഴിഞ്ഞവർക്ക് അറിയാമായിരിക്കും, ഇതിൻ്റെ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാനത് അനുഭവിച്ചു കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എനിക്ക് പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്തൊക്കെ ഭയങ്കര ബാക്ക് പെയിൻ ആണ്. അപ്പോൾ അന്ന് ഞാനൊന്ന് ധൈര്യമായിട്ട് ഇരുന്നെങ്കിൽ അത് നോർമൽ ഡെലിവറി ആയേനെ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ ധൈര്യമില്ലാത്ത കാരണം കൊണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എന്നെപ്പോലെ കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി എന്തായാലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിനെ എനിക്ക് പാകപ്പെടുത്താനുള്ളൊരു ആത്മധൈര്യം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ഞാൻ അന്ന് അനുഭവിച്ച ആ ഒരു വേദനയും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയും അത് എന്നെ വിട്ട് മാറത്തില്ലല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും നമുക്ക് വഴിയിൽ വെച്ച് കാണാം എന്നുള്ള രീതിയിൽ നമ്മൾ ആത്മധൈര്യം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. പിന്നെ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് ആത്മധൈര്യത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ അച്ഛനാണ് കേട്ടോ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ അച്ഛൻ തളരാതെ പതറാതെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഇതുപോലെ ഞാനും കൂടി പോയി. അപ്പോൾ ഞാനന്ന് കോളേജൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. എല്ലാവരും സങ്കടപ്പെട്ട് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു തുള്ളി കണ്ണീര് പോലും വരാതെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. ഭയങ്കര ധൈര്യമാണ് എൻ്റെ അച്ഛന്. അതുപോലെ തന്നെ എൻ്റെ കല്യാണ ദിവസം ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ഞാനതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് വേറെ ഏത് അച്ഛന്മാരാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മകളാണെങ്കിലും ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത്രയ്ക്കും ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ പോയതാണ്. എൻ്റെ കല്യാണം പോലും മുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നൊരു നിമിഷം ഉണ്ടായി. പക്ഷേ ആ സമയത്ത് എൻ്റെ അച്ഛൻ സംഭരിച്ചു വെച്ചിരുന്ന ഒരു ധൈര്യവും ആത്മധൈര്യവും അതുപോലെ തന്നെ ക്ഷമയുമാണ് ഇന്നിപ്പോൾ എനിക്ക് ഇത്രയും നല്ലൊരു ലൈഫ് കിട്ടിയത്. അത് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന കാര്യമാണ്. എൻ്റെ ഹസ്ബൻഡ് പോലും പറയും എൻ്റെ അച്ഛനാണൊരു റോൾ മോഡൽ എന്ന്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ പാരൻസ് ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കക്കാരാവാം, അവരൊക്കെ ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വിഷമങ്ങളൊന്നും ഒന്നുമല്ലെന്നും ഏത് സിറ്റുവേഷനും നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുക. മറ്റുള്ളവരെങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നതെന്നും എത്ര സ്ട്രഗിൾ വന്നാലും ചിലർ കണ്ടിട്ടില്ലേ കുലുങ്ങാതെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഇത് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ മനോധൈര്യം ഉള്ളതത്രേ. എന്ന് വെച്ചാൽ ഒരു മനക്കരുത്തും മനഃശക്തിയും ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും സ്ത്രീകൾക്കാണ് കൂടുതൽ. പക്ഷെ പുരുഷന്മാർക്ക് അത്രയ്ക്കും ഇല്ലെന്നാണ് പറയപ്പെടുന്നത്.
പറയുന്നത്. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, എവിടെയോ ഞാൻ വായിച്ചതാണ് കേട്ടോ. അപ്പോൾ അതറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു പ്രൗഡാണ് തോന്നിയത്. അപ്പം നമ്മുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു നിധിയാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്, നമ്മൾ സ്ത്രീകൾ. പക്ഷേ നമുക്ക് അറിയത്തില്ല അതെങ്ങനെ ഉപയോഗിക്കണം, എവിടെ അത് അപ്ലൈ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ പണ്ട് കാലത്ത് അമ്മൂമ്മമാരൊക്കെ ഒരുപാട് മക്കളെ പ്രസവിച്ചതും കുടുംബം നോക്കുന്നതും. എത്രയോ അമ്മമാർ ഇപ്പോഴും ഭർത്താവില്ലാതെ മക്കളെ നന്നായിട്ട് വളർത്തിയെടുക്കുന്ന, എനിക്ക് തന്നെ പരിചയമുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ എത്രയോ അമ്മമാർ സിംഗിൾ പാരൻ്റായിട്ട് അങ്ങനെ മക്കളെ വളർത്തി നല്ല നിലയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അവരുടെ ഒരു ആത്മധൈര്യമാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ സിറ്റുവേഷൻസ് ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ പോലെ എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ധൈര്യമില്ലാത്ത കാര്യങ്ങൾ ഒരു കാരണവശാലും വേറൊരാളോട് പറയാനേ പാടില്ല കേട്ടോ. അതെന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. അതൊരു കാരണവശാലും മറ്റൊരാളോട് പറഞ്ഞ് നമ്മളെ അങ്ങനെ പറയുവാണെങ്കിൽ തന്നെ അവർ നമ്മളെ ജഡ്ജ് ചെയ്യും, നമ്മളെ കൂടുതൽ ഡീമോട്ടിവേറ്റ് ചെയ്യത്തതേ ഉള്ളൂ. ഇല്ല, നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ നിങ്ങളുടെ പാരൻസിനോടോ മാത്രം പറയുക. അവർ നിങ്ങൾക്ക് നല്ല സൊല്യൂഷൻ പറഞ്ഞു തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പേടിയുള്ള കാര്യങ്ങളും ധൈര്യമില്ലാത്ത കാര്യങ്ങളും പറയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളെ കളിയാക്കുകയും അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് വരത്തുമില്ല. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എല്ലാം തികഞ്ഞവരായിട്ടൊന്നും ആരുമില്ല ഈ ഭൂമിയിൽ. എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും ഒക്കെ ഉള്ളവർ തന്നെയാണ് എല്ലാവരും. നമ്മളൊക്കെ പച്ചയായ മനുഷ്യരാണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ എന്താണോ അതാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ സ്വയം അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. പിന്നെ മാറ്റാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മൾ ജീവിതത്തിൽ മാറ്റുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലൊരു പോസിറ്റിവിറ്റിയും നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞൊരു വ്ളോഗിൽ എനിക്ക് വന്നിട്ടുള്ളൊരു കമൻ്റാണ്, ഇതുപോലെ ലൈസൻസ് എടുത്തിട്ട് 1 വർഷത്തോളമായി, പക്ഷേ റോഡിലേക്ക് വണ്ടി ഇറക്കാനായിട്ട് നല്ല പേടിയാണെന്ന്. ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്സൊന്നും ലൈസൻസ് എടുത്തിട്ട് ഇതുപോലെ ഓടിക്കാതിരിക്കുന്നു എന്നുള്ളതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിരുന്നു, എല്ലാവർക്കും പേടിയുള്ളതാണ്, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് അതിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും വണ്ടി പഠിച്ചതല്ലേ. അപ്പോൾ എന്തായാലും ആത്മധൈര്യമുള്ള ഒരാൾക്ക് മാത്രമാണ് അറ്റ്ലീസ്റ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു ധൈര്യം കാണത്തുള്ളൂ. ഞാനാണെങ്കിൽ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഒരു പുറകിലോട്ടുള്ള ഒരാളാണ് കേട്ടോ. അതായത് എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഒത്തിരി തവണ ഹസ്ബൻഡ് വണ്ടി ഓടിക്കാനായിട്ട് പഠിപ്പിച്ചതാണ്. പക്ഷേ എനിക്ക് പേടി കാരണം കൊണ്ട് ഓടിക്കാനേ പറ്റുന്നുണ്ടായില്ല. ഹസ്ബൻഡ് പുറകിലിരിക്കുമ്പോൾ മാത്രം ഒന്ന് നന്നായിട്ട് ഓടിച്ചു തുടങ്ങിയിട്ട് പിന്നീട് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഓടിക്കാനും പറ്റുന്നില്ല. വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് എനിക്ക് ഒന്നാമത്തെ കാര്യം നല്ല പേടിയാണ് കേട്ടോ. അപ്പോൾ എന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വ്യക്തിക്ക് എന്തായാലും വണ്ടി ഓടിച്ച് ലൈസൻസ് എടുക്കാനുള്ളൊരു ധൈര്യമെങ്കിലും ഉണ്ടായില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തിനാണ് പേടിക്കുന്നത്? ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും വണ്ടി റോഡിലേക്ക് ഇറക്കുക. ആദ്യം നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഉപദേശിക്കാനുള്ളൊരു യോഗ്യത ഇല്ല എന്നറിയാം. പക്ഷേ എന്നാലും ലൈസൻസ് എടുത്ത സ്ഥിതിക്ക് ഉറപ്പായിട്ടും വണ്ടി ഓടിക്കണം. കുറേശ്ശെ പേടി മാറ്റിയിട്ട് ആത്മധൈര്യത്തോടു കൂടി തന്നെ റോഡിലേക്ക് വണ്ടി ഇറക്കുക. പിന്നെ എന്നോട് ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന കാര്യമാണ്, വണ്ടി ഓടിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും പേടി ഉള്ളിൽ വെച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യരുതെന്ന് പറയും കേട്ടോ. ആ ഒരു പേടി നമ്മൾ മാറ്റിയിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്ന് ഉള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി എടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് എനിക്ക് പറ്റത്തില്ല ഒരു കാര്യവും ചെയ്യാനായിട്ട്. ഞാൻ തന്നെ മനസ്സ് വെച്ചാൽ മാത്രമേ ഏതൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കാൻ പോലും ശ്രമിക്കാത്തത്. എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, ഇപ്പോഴും കളിയാക്കുന്നുണ്ട്. എന്നെക്കാളും ചെറിയ വയസ്സിലുള്ള എത്രയോ പേര് വണ്ടി ഓടിക്കുന്നുണ്ട്, സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട്, സ്വന്തമായിട്ട് വണ്ടി എടുത്ത് എവിടെയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് വന്നാലല്ലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ലൈസൻസ് പോലും എടുക്കാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈസൻസ് എടുത്ത് വെച്ചിട്ട് ഉറപ്പായിട്ടും വണ്ടി ഓടിക്കാതിരിക്കരുത് കേട്ടോ. ഉറപ്പായിട്ടും വണ്ടി ഓടിക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കമൻറ്റ് എനിക്ക് വന്നത്, വിഷൻ ബോർഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ളതാണ്. ഞാനിത് ചെയ്യുമോ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വിഷൻ ബോർഡ് ഇതുവരേക്കും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ വിഷൻ ബോർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഗോൾസും ഒക്കെ ഒരു ബോർഡിലേക്ക് പിക്ചേഴ്സ് പോലെ നമ്മൾ എടുത്തു വെച്ച് നമ്മൾ ഡെയിലി ആ ഒരു കാര്യം കണ്ടുകൊണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നൊരു രീതിയാണ് വിഷ്വൽ ബോർഡ് എന്ന് പറയുന്നത്.
ഞാൻ ഇതുവരെയും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അത് ചെയ്താൽ വർക്കൗട്ട് ആവുമോ എന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. നല്ല കോൺഫിഡൻസും നല്ലൊരു വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതുവരെയും എനിക്ക് ചെയ്യാനുള്ളൊരു പ്ലാൻ ഇല്ല. ഇനി എന്തായാലും പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഞാനിങ്ങനെ നേരത്തെ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെയും മറ്റുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ, അങ്ങനെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ വിഷൻ ബോർഡ് എന്ന് പറയുന്നൊരു സംഗതി ഞാൻ ഇതുവരേക്കും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് സാറ്റർഡേ ആണ്. സാറ്റർഡേ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബീച്ചിലുള്ള മറീന ബീച്ചിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നും. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇന്ന് ഇതുപോലെ എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഇങ്ങനെ പോകണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു, അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ എനിക്കും ഇടയ്ക്ക് ഇവിടെ വരണമെന്ന് തോന്നാറുണ്ട്, അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ല തണുപ്പും ഒക്കെയാണ്. കുറേ വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. പിന്നെ വരുന്ന വഴിയിൽ തന്നെ ഞങ്ങളൊന്ന് സ്പെൻസർ പ്ലാസ മാളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ കാപ്രസിയുടെ പുതിയ ബാഗില്ലേ, അതിൻ്റെ സിപ്പാണെങ്കിൽ ഇങ്ങനെ ലൂസായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് സിപ്പ് അടയുന്നുണ്ടായില്ല. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങളോട് അന്ന് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വന്നപ്പോഴേ അവർ പറഞ്ഞിരുന്നു ഇതിൻ്റെ പ്രൈസ് ടാഗ് കളയരുതെന്ന്. പക്ഷേ ഞാനത് ഓർക്കാതെ അതെടുത്ത് കുപ്പയിലിടുകയാണ് ചെയ്തത് കേട്ടോ. എവിടെ നമ്മൾ ഷോപ്പിംഗ് ചെയ്താലും സാധാരണ ഇതുപോലുള്ള പ്രൈസ് ടാഗുകളൊക്കെ ആമിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവൾ എൻ്റെ നിന്ന് മേടിച്ച് വെക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ബാഗിൻ്റെ മാത്രം അവൾക്കന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഉടനെ തന്നെ കൊണ്ടുപോയി വേസ്റ്റിലിടുകയും കളയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വന്ന് സംഭവം അവരോട് പറഞ്ഞപ്പോഴത്തേക്കും ബാഗിന് 6 മാസത്തെ വാറണ്ടി ഉള്ളത് കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് തന്നേനെ ആ ഒരു കാർഡ് കാണിക്കണം. അത് നമുക്ക് തന്നെ ഓൺലൈനായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഒരു നമ്മുടെ ഒരു ബില്ലിൻ്റെ ഒരു QR കോഡ് അതിനകത്തുണ്ട്. അത് ഇങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത് വെബ്സൈറ്റിലേക്ക്. അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ എനിക്ക് സിപ്പ് ശരിയാക്കി തന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഹസ്ബൻഡിന് 1-2 സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അതൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ബിലാലിലേക്കാണ് വന്നേക്കുന്നത്. ഈ സ്പെൻസർ പ്ലാസയുടെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഞങ്ങൾ മിക്കവാറും ഈ ബിലാലിൽ കയറിയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ബിലാലിൽ വന്നിട്ട് ഒരു മട്ടൻ പായയും അപ്പവും ഒക്കെ ഇവിടെ നിന്നാണ് കഴിച്ചത്. ഡിന്നർ പിന്നെ ഇവിടെ നിന്നാക്കി. പിന്നെ ഒരു ആട്ടുകാൽ സൂപ്പൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആട്ടുകാൽ സൂപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. പിന്നെ വീട്ടിൽ വന്നു 9 മണിയായപ്പോഴത്തേക്കും വീട്ടിലെത്തി. പിന്നെ ഇഡ്ലിക്കട എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, അത് OTTയിൽ വന്നതുകൊണ്ട് ധനുഷിൻ്റെ സിനിമയില്ല, അത് കണ്ടു. പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം പോയി. പിന്നെ സൺഡേ ആണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡ് മാർക്കറ്റിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ വരാല് മീൻ നമുക്ക് കിട്ടി. ആദ്യമായിട്ടാണ് ഈ മീൻ മേടിക്കുന്നത് കേട്ടോ. ഞാനിത് നാട്ടിൽ വെച്ചും കഴിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയത്തുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഇന്ന് കറി വെച്ചു. പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഹോട്ട്സ്റ്റാറിൽ ഞങ്ങളിപ്പോൾ മഹാഭാരതിൻ്റെ സീരീസും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. AI വെർഷനാണ്. 3 എപ്പിസോഡേ വന്നിട്ടുള്ള കേട്ടോ. അതെല്ലാം കണ്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.